KSRTC പ്രതിസന്ധി തുടരുന്നു. KSRTC പ്രതിസന്ധിയെ തുടർന്ന് പൊതുജനം ഇന്നും പെരുവഴിയിൽ. കണ്ടക്ടർമാർ ഇല്ലാത്തതിനാൽ ഇന്ന് മാത്രം 1093 സർവീസുകളാണ് റദ്ദാക്കിയത്. PSC നിയമന ശുപാർശ ലഭിച്ച കണ്ടക്ടർമാർക്ക് നാളെ ഉത്തരവ് കൈമാറും. പുതിയ കണ്ടക്ടർമാർക്ക് എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മാത്രമേ നൽകൂ എന്ന വിവാദ പ്രസ്താവന MD ടോമിൻ തച്ചങ്കരി തിരുത്തി. ഒറ്റയടിക്ക് 4000-ഓളം താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടതോടെ ഉണ്ടായ പ്രതിസന്ധി ഇന്ന് കൂടുതൽ രൂക്ഷമായി. സംസ്ഥാനത്തെമ്പാടുമായി 1093 സർവീസുകളാണ് റദ്ദാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം മാത്രം 756 സർവീസുകൾ മുടങ്ങി. രാവിലെ 3076 സർവീസുകൾ സംസ്ഥാനത്താകെ ഓടിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 2320 കുറഞ്ഞു. PSC നിയമനോപദേശം നൽകിയ കണ്ടക്ടർമാരെ നാളെ നിയമിക്കാനാണ് നീക്കം. പ്രൊസീജിയറുകൾ ഇത്തവണ ഒരാഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കി അവരെ ബസ്സിൽ ഡ്യൂട്ടിക്ക് വിടുവാനാണ് ആഗ്രഹിക്കുന്നത്. എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മാത്രമേ പുതിയ കണ്ടക്ടർമാർക്ക് നൽകൂ എന്ന മുൻ നിലപാട് മന്ത്രി AK ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ MD ടോമിൻ തച്ചങ്കരി തിരുത്തി. നിയമപരമായ എല്ലാ ആനുകൂല്യവും പുതിയ ജീവനക്കാർക്ക് നൽകുമെന്ന് MDയും മന്ത്രിയും പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസവും സർവീസുകൾ മുടങ്ങിയെങ്കിലും വരുമാന നഷ്ടമുണ്ടായില്ലെന്നാണ് മാനേജ്മെന്റിന്റെ അവകാശവാദം. തിങ്കളാഴ്ച 7.41 കോടി രൂപയും ഇന്നലെ 6.5 കോടി രൂപയും വരുമാനം ലഭിച്ചു. മുൻ ആഴ്ചയിലേതിന് തുല്യമാണ് ഇത്. കൂടാതെ 17 ലക്ഷത്തിലധികം രൂപയുടെ ഡീസൽ ലാഭിച്ചതായും മാനേജ്മെന്റ് അവകാശപ്പെട്ടു. എന്നാൽ പൊതുജനം മണിക്കൂറുകളോളം ബസ് കാത്തു നിൽക്കേണ്ട സ്ഥിതി ഇന്നും തുടർന്നു. ബസ് എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയാതെ ഡിപ്പോകളിലെ ജീവനക്കാരും വലഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ പുതിയതായി എത്തേണ്ടത് 2000 പുതിയ കണ്ടക്ടർമാരാണ്. എംപാനൽ ജീവനക്കാരെ ഉപയോഗിച്ച് നടത്തിയിരുന്ന 1000 സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാകൂ. 2000 പേർ ഉടൻ ജോലിക്ക് ഹാജരായാൽ തന്നെ പ്രതിസന്ധി പരിഹരിക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും വേണ്ടിവരും. ദീർഘദൂര സർവീസുകളടക്കം 5372 ഷെഡ്യൂളുകളാണ് ഒരു ദിവസം KSRTCക്ക്. സ്ഥിരം കണ്ടക്ടർമാർ 9500. ഒരു ബസ്സിൽ 2 കണ്ടക്ടർ എന്ന നിലയിൽ കണക്കാക്കിയാൽ പോലും സർവീസ് മുടങ്ങാതിരിക്കാൻ 10800ഓളം കണ്ടക്ടർമാർ വേണ്ടിവരും. ഇതിനു പുറമെ അവധികൾ കൂടി കണക്കാക്കിയാൽ 1000 കണ്ടക്ടർമാർ പിന്നെയും വേണം. PSC നിയമനോപദേശം ലഭിച്ചവരിൽ 2000 പേർ ജോലിക്കെത്തുകയും 9500 സ്ഥിരം ജീവനക്കാർ കൃത്യമായി ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താൽ 2 ആഴ്ചയ്ക്കകം പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. നിയമനം നേടുന്നവരുടെ എണ്ണം കുറഞ്ഞാൽ പ്രതിസന്ധി വീണ്ടും നീളും. കോടതി അനുമതിയോടെ വീണ്ടും എംപാനൽ ലിസ്റ്റ് തയ്യാറാക്കി ഡ്യൂട്ടി നൽകാൻ കുറഞ്ഞത് 1 മാസമെങ്കിലും വേണ്ടിവരും. ഇതിനു പുറമെയാണ് തിടുക്കത്തിൽ നിയമനം നടത്തുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. 1 മാസമായിരുന്ന പരിശീലന കാലയളവ് ഒരാഴ്ചയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വിഷയത്തിൽ എങ്ങനെ ഇടപെട്ട് എന്തു പരിഹാരമാർഗം നിർദ്ദേശിക്കണമെന്ന കാര്യത്തിൽ സർക്കാരിനും വ്യക്തതയില്ല. ഇത് കൂടാതെയാണ് പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി സർക്കാരിന് മുന്നിലുള്ളതും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. KSRTCയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ ലോങ് മാർച്ച് ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 2500 ജീവനക്കാർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. മാർച്ച് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. KSRTC ജീവനക്കാരുടെ ലോങ് മാർച്ച് ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2500ഓളം വരുന്ന എംപാനൽ ജീവനക്കാരാണ് ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ലോങ് മാർച്ചിലേക്ക് പങ്കെടുക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് EMS സ്റ്റേഡിയത്തിലാണ് എത്തുക. EMS സ്റ്റേഡിയത്തിൽ ഇന്ന് കേന്ദ്രീകരിച്ചതിന് ശേഷം നാളെ രാവിലെ 6 മണിയോടുകൂടി മാർച്ച് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നാളെ വൈകിട്ടോടുകൂടി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലേക്ക് എത്തിച്ചേരും. കരുനാഗപ്പള്ളിയിൽ നിന്ന് തിങ്കളാഴ്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരാനാണ് ഇവർ തീരുമാനിക്കുന്നത്. 60ഓളം വരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കാൽനടയായി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്ന് പ്രതിഷേധിക്കുക എന്നത് തന്നെയാണ്. തങ്ങളുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് എംപാനൽ ജീവനക്കാർ പദ്ധതിയിടുന്നത്. മാത്രമല്ല ഈ 2500ഓളം വരുന്ന മാർച്ചിനെ എംപാനൽ യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ദിനേശ് ബാബുവാണ് നയിക്കുന്നത്. 2500ഓളം പേർ പങ്കെടുക്കുന്ന മാർച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമാവുകയാണ്. കണ്ണീരോടെ ടിക്കറ്റ് ട്രാക്ക് കൈമാറി പടിയിറങ്ങിയ എംപാനൽ ജീവനക്കാരൻ നസീർ തൊഴിൽ തേടിയുള്ള അലച്ചിലാണ്. മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ജോലിക്കെത്തിയപ്പോഴാണ് പിരിച്ചുവിട്ടുവെന്ന വാർത്ത നസീർ അറിഞ്ഞത്. കരഞ്ഞുകൊണ്ട് ടിക്കറ്റ് ട്രാക്ക് തിരിച്ചേൽപ്പിക്കുന്ന നസീറിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കണ്ണീരോടെ ടിക്കറ്റ് ട്രാക്ക് മടക്കി നൽകുന്ന നസീറിന്റെ ചിത്രമായിരുന്നു എംപാനൽ ജീവനക്കാർ നേരിട്ട ഇരുട്ടടിയുടെ ആഘാതം ജനങ്ങളിലേക്ക് എത്തിച്ചത്. മൂവാറ്റുപുഴ ആട്ടായം പൊതുനിലത്ത് നസീർ
11 വർഷം മുൻപാണ് KSRTCയിൽ കയറിയത്. തുടക്കത്തിൽ പ്രതിദിനം 110 രൂപ മാത്രമായിരുന്നു വേതനം. KSRTCയിൽ ജോലി ലഭിച്ചതോടെ വല്ലപ്പോഴുമുണ്ടായിരുന്ന പെയിന്റിംഗ് ജോലി മതിയാക്കിയിരുന്നു. ജോലി നഷ്ടപ്പെട്ടതോടെ മകളുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം എങ്ങനെ നടത്തുമെന്നറിയാത്ത വിഷമത്തിലാണ് നസീർ. എനിക്കിനി ഒരു പഴയ പോലെ ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യസ്ഥിതി അല്ല. കാര്യം ഇങ്ങനെ കാണുമെങ്കിലും എൻ്റെ കൈയും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും ജനിച്ചു പോയില്ലേ, മരിക്കുന്നവരെ ജീവിക്കണ്ടേ, മക്കളെ പോലെ കുടുംബവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. മകൾ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി, മകൻ 10ാം ക്ലാസ്സിലും. മകളുടെ വിവാഹ ചെലവുകൾക്കൊപ്പം മകന്റെ വിദ്യാഭ്യാസ ചെലവും ഈ കുടുംബത്തിനിപ്പോൾ വെല്ലുവിളിയാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കൺസ്യൂമർ ഫെഡിലെ കോടികളുടെ അഴിമതി പുറത്തുകൊണ്ടുവന്ന അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി. 2.5 കോടി രൂപയുടെ പച്ചക്കറി വിൽക്കാൻ അനാമത്ത് ചെലവായി എഴുതിയെടുത്തത് 82 ലക്ഷം രൂപയാണ്. 8 കോടിയുടെ പച്ചക്കറിയിൽ 4.5 കോടിയും വാങ്ങിയത് ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിലാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. CITU നേതാവും അന്നത്തെ കൺസ്യൂമർ ഫെഡ് MDയും നേരിട്ട് ഇടപെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UDF സർക്കാരിന്റെ കാലത്തെ അഴിമതി LDF സർക്കാർ മറച്ചുവെച്ചതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ പച്ചക്കറി വിപണന മേളയിലെ അഴിമതിയും അതിൽ ഉൾപ്പെട്ടവരെയും സഹകരണ വകുപ്പ് തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. ഇത് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലിരിക്കെയാണ് തെളിവില്ലെന്ന് കാട്ടി കേസ് തള്ളാൻ വിജിലൻസ് നീക്കം നടത്തുന്നത്. സഹകരണ നിയമത്തിലെ 65ാം വകുപ്പ് അനുസരിച്ചായിരുന്നു അന്വേഷണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി നേരിട്ട് വാങ്ങി കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. കൺസ്യൂമർ ഫെഡ് പത്തനംതിട്ട ജില്ലാ മാനേജരും CITU നിയന്ത്രണത്തിലുള്ള കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ M ഷാജിക്കായിരുന്നു ചുമതല. ലക്ഷ്യം ചുമതലക്കാരൻ തന്നെ അട്ടിമറിച്ചതായാണ് റിപ്പോർട്ട്. 2012-2013 കാലയളവിൽ വാങ്ങിയ 8 കോടിയുടെ പച്ചക്കറിയിൽ 4 കോടി 60 ലക്ഷത്തിന്റെ പച്ചക്കറിയും വിതരണം ചെയ്തത് കോയമ്പത്തൂരിലെ NR വെജിറ്റബിൾസ് ആണെന്ന് രേഖകൾ. ഇങ്ങനെയൊരു സ്ഥാപനമില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേരളത്തിലെ തന്നെ വിതരണക്കാരിൽ നിന്നും കൂടിയ വിലയ്ക്ക് വാങ്ങിയ പച്ചക്കറി 20 മുതൽ 117% വരെ നഷ്ടം സഹിച്ചായിരുന്നു വിൽപ്പന. 2012-ൽ 58 ലക്ഷത്തിന്റെ പച്ചക്കറി വിറ്റപ്പോൾ അനാമത്ത് ചെലവെന്ന പേരിൽ കണക്കിൽപ്പെടുത്തിയത് 19 ലക്ഷം രൂപ. തൊട്ടടുത്ത വർഷം 2 കോടിയുടെ വിൽപ്പനയ്ക്ക് 63 ലക്ഷവും അനാമത്ത് ചെലവെന്ന പേരിൽ എഴുതി ചേർത്തു. 8.5 കോടിയുടെ പച്ചക്കറി വിറ്റപ്പോൾ 5.5 കോടി രൂപയുടെ ദുരൂഹ ഇടപാടുകൾ. ഇത് അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടാണ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സർക്കാരിന് നൽകിയത്. ചുമതലക്കാരനായ M ഷാജിയിൽ നിന്നും നഷ്ടമുണ്ടായ തുക ഈടാക്കണമെന്നും ശുപാർശ ചെയ്തു. MD ആയിരുന്ന റിജിജി നായർ ഭരണസമിതിയെപ്പോലും മുഖവിലക്കെടുക്കാതെയാണ് പച്ചക്കറി മേളയ്ക്ക് ചുക്കാൻ പിടിച്ചതെന്ന അംഗങ്ങളുടെ മൊഴികളും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ നവംബർ 28-നാണ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ KV പ്രശോഭൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഇതിനിടയിലാണ് വിജിലൻസ് കോടതിയുടെ പരിഗണനയുള്ള കേസ് തെളിവില്ലെന്ന് പറഞ്ഞ് തള്ളാനുള്ള നീക്കം. ആരോപണ വിധേയരിൽ മുൻപന്തിയിൽ CITU നേതാക്കൾ. കേസ് അട്ടിമറിക്കുന്നത് LDF സർക്കാരിന് കീഴിലെ വിജിലൻസ് സംവിധാനം. മലപ്പുറത്തു നിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ ബിജിയെ മന്ത്രി MM മണി അവഹേളിച്ചെന്ന് പരാതി. 1 മാസം കൊണ്ട് ജോലി തരാൻ എടുത്തുവെച്ചിട്ടില്ല എന്നായിരുന്നു ഫോണിൽ വിളിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം. കുടുംബത്തിന് സഹായം നൽകുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടപ്പോഴായിരുന്നു പ്രതികരണം. എന്നാൽ ബിജിയെ അവഹേളിച്ചില്ല എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. സനലിന്റെ മരണത്തിന് ശേഷം കുടുംബത്തിന് നീതി തേടിയാണ് വിജി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും നീതി ലഭിക്കാതെ വന്നതോടെ മന്ത്രിമാരെ നേരിട്ട് ബന്ധപ്പെടാനായി ശ്രമം. മന്ത്രി MM മണിയെ സഹായം അഭ്യർത്ഥിച്ചു വിളിച്ചു. മറുപടി ഇങ്ങനെ: 2 പ്രാവശ്യം പോയി കണ്ടിട്ടും ഇതുവരെ ഒരു മറുപടി ഉണ്ടായില്ല. സഹായം തേടി വിളിച്ച തന്നെ മന്ത്രി അവഹേളിച്ചുവെന്നാണ് വിജയുടെ പരാതി. നമ്മളെ തോന്നിവാസത്തിന് വന്നിരുന്ന അങ്ങനെ ജോലി വേണമെന്ന് പറഞ്ഞാൽ തരാനുള്ള നിയമമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു. മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് അധികം ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമരമായി വന്നിരിക്കുന്നതെന്നൊക്കെ കേട്ടു. എന്നാൽ താൻ അവഹേളിച്ചിട്ടില്ലെന്നും സമരം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയെ കാണാനാണ് നിർദ്ദേശിച്ചതെന്നുമാണ് മന്ത്രിയുടെ മറുപടി. ജീവിതത്തിൽ വേറെ ആ സഹോദരി അവിടെ ഇരിക്കുന്ന അവരെ പോലെ വേദന കഴിയുന്ന ഒരാളോടും അവരെ വേദനിപ്പിക്കുക എന്നുള്ളതൊന്നും എൻ്റെ ഒരു രീതിയല്ല, ആരോടുമില്ല. സനലിന്റെ മരണശേഷം വസതിയിലെത്തിയ മന്ത്രിമാരടക്കമുള്ള സർക്കാർ പ്രതിനിധികൾ വിജിക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. 1.5 മാസമായിട്ടും ഈ ഉറപ്പുകൾ പാലിക്കാതെ വന്നതിനെ തുടർന്നാണ് കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ റിലേ സത്യാഗ്രഹം ആരംഭിച്ചത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് മന്ത്രിമാരെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.
CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് NSSന്റെ മറുപടി. കോടിയേരിയുടെ പരാമർശം NSSനെ കുറിച്ചുള്ള അജ്ഞത കാരണമാണ്. മറ്റാരുടെയും തൊഴുത്തിൽ ഒതുങ്ങുന്നതല്ല NSS. നിരീശ്വരവാദത്തിനെതിരും വിശ്വാസികൾക്കൊപ്പവുമാണ് NSSന്റെ നിലപാട്. സ്വന്തം വീഴ്ചകൾ തിരുത്താനാണ് കോടിയേരി ശ്രമിക്കേണ്ടത് എന്നും G. സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. NSSന് പരോക്ഷ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവോത്ഥാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും. ആരും കണ്ണുരുട്ടി പേടിപ്പിക്കേണ്ട. നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ജാതീയവും വർഗീയവുമായ ചേരിതിരിവില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കണ്ണുരുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കണ്ണുരുട്ടലും ഭീഷണിപ്പെടുത്തലും ഒക്കെ അത് കണ്ട് വേവലാതിപ്പെടുന്നവരോടല്ലേ ചെലവാകൂ. എല്ലാത്തവരോട് കണ്ണുരുട്ടിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് നാം ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുന്നത്. സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ല. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ജാതി വിഭാഗത്തിൽപ്പെട്ടവരും അവരവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് CK പത്മനാഭനെ അറസ്റ്റ് ചെയ്ത് മാറ്റിയതിനെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രൻ സമരം ആരംഭിച്ചത്. ശബരിമലയിലെ പോലീസ് നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമായി തന്നെ തുടരാനാണ് BJPയുടെ തീരുമാനം. തിരുവനന്തപുരത്ത് ചേർന്ന BJP ഭാരവാഹി യോഗം ശബരിമല സമരങ്ങളുടെ തുടർ നിലപാടുകൾ ചർച്ച ചെയ്തു. ശബരിമല ശ്രീകോവിലിന് സമീപം പോലീസ് ബൂട്ടിട്ട് കയറിയതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തി. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉച്ചപൂജയ്ക്ക് മുൻപായിരുന്നു ക്രിയകൾ. ആദ്യം ശ്രീകോവിലും പരിസരവും വെള്ളമൊഴിച്ച് ശുചീകരിച്ചു. തുടർന്നായിരുന്നു പുണ്യാഹം തളിച്ചുള്ള ശുദ്ധിക്രിയകൾ. കഴിഞ്ഞ ദിവസം ശ്രീകോവിലിൽ നിന്ന് മേൽപ്പാലത്തിലേക്കുള്ള വഴിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയതാണ് വിവാദത്തിലായത്. ശബരിമല യാത്രയ്ക്കിടെ അപമാനിച്ചെന്നാരോപിച്ച് SP യതീഷ് ചന്ദ്രയ്ക്ക് എതിരെ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. വാഹനം തടഞ്ഞ SP യതീഷ് ചന്ദ്ര അപമാനിച്ചെന്നും ഭക്തരോട് പോലീസ് മോശമായി പെരുമാറുന്നുവെന്നും മന്ത്രി പറഞ്ഞു. നോട്ടീസ് പരിഗണിക്കാമെന്ന് സ്പീക്കർ മന്ത്രിക്ക് ഉറപ്പ് നൽകി. Yadhish Chandra asked me in harsh tone whether I would take the responsibility if something untoward happened. I consider this as a mark of disrespect to an elected representative of this house. റഫാലിൽ JPC അന്വേഷണത്തിനുള്ള പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളി. റഫാലിൽ ചർച്ചയാകാമെന്ന് മാത്രമായിരുന്നു ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രിയുടെ മറുപടി. JPC അന്വേഷിച്ചാലേ എല്ലാ രേഖകളും പരിശോധിക്കാനാകൂവെന്നും പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് സഭാ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. കേരളത്തിന് പ്രളയ സഹായം നൽകാൻ 97 രാജ്യസഭാ MPമാർ MP ഫണ്ടിൽ നിന്ന് 36.65 കോടി രൂപ അനുവദിച്ചതായി രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു അറിയിച്ചു. 60 രാജ്യസഭാ MPമാർ ഒരു മാസത്തെ ശമ്പളം നൽകിയതിലൂടെ 58.69 ലക്ഷം രൂപ ലഭിച്ചു. ബുലന്ദ്ഷഹർ കലാപക്കേസിലെ പ്രതികൾ ഒളിവിൽ തുടരുന്നതിനിടെ പശുവിനെ കൊന്ന കേസിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കലാപം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് തെളിഞ്ഞതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. പശുവിനെ കൊന്നതിന് നേരത്തെ കസ്റ്റഡിയിലെടുത്ത 4 പേർ നിരപരാധികളാണെന്നും ഇവരെ വിട്ടയക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പോലീസ് അറിയിച്ചു. ബുലന്ദ്ഷഹർ ആൾക്കൂട്ടാക്രമണത്തിൽ ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പശുക്കശാപ്പ് ആരോപിച്ച് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. സംഭവവുമായി ബന്ധമില്ലെന്ന് അറസ്റ്റിലായവരും കുടുംബാംഗങ്ങളും അറിയിച്ചിരുന്നെങ്കിലും പോലീസ് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് പശുക്കശാപ്പിൽ ഇവർക്ക് ബന്ധമില്ലെന്നും വിട്ടയക്കാൻ കോടതിയെ സമീപിക്കുമെന്നും പോലീസ് അറിയിച്ചത്. അതിനിടെ പശുവിനെ കശാപ്പ് ചെയ്ത് അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചുവെന്നാരോപിച്ച് മറ്റ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കലാപമുണ്ടാക്കിയ കേസിലെ മുഖ്യപ്രതിയായ ബജ്രംഗ് ദൾ നേതാവ് യോഗേഷ് രാജ് നൽകിയ പരാതിയിൽ പേരില്ലാത്ത നദീം റെയ്സ്, കാല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ട കേസിൽ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തതോടെ പിടിയിലായവരുടെ എണ്ണം 19ആയി. കലാപം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രധാന പ്രതികളായ ബജ്രംഗ് ദൾ യുവമോർച്ച പ്രവർത്തകരെ പിടികൂടാൻ ഉത്തർപ്രദേശ് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതി യോഗേഷ് രാജ് നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് വീഡിയോ പുറത്തുവിട്ടിരുന്നു. മറ്റൊരു പ്രതി ശിഖർ അഗർവാൾ TV ചാനലിന് അഭിമുഖവും നൽകി. ന്യൂസ് 18 ഡൽഹി. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7A വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ISRO നിർമ്മിച്ച ഇന്ത്യയുടെ 35ാം വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-7A. 2250 കിലോ ഭാരമുള്ള ഉപഗ്രഹത്തെ GSLV-11 ആണ് ബഹിരാകാശത്തെത്തിച്ചത്. നിലവിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് ഇത്തരം സൈനിക ഉപഗ്രഹമുണ്ടായിരുന്നത്. 8 വർഷം കാലാവധിയുള്ള ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യോമസേനയുടെ ആശയവിനിമയ ശേഷി ശക്തമാക്കുകയാണ്.
a view of MCC, all the senior scientists congratulating each other. So here. വാർത്തകൾ തുടരുന്നു. സർക്കാർ ഓഫീസുകളിലേക്ക് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ വാങ്ങുന്നത് പുനഃപരിശോധിക്കണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് VS കത്ത് നൽകി. മൈക്രോസോഫ്റ്റിനെ എങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് പരിശോധിക്കണം. ഒരു കമ്പനി മാത്രം നൽകിയ വില വിശ്വസിച്ച് ഉത്തരവിറക്കിയ തീരുമാനം അന്വേഷിക്കണമെന്നും VS കത്തിൽ ആവശ്യപ്പെട്ടു. പോലീസുകാരനെ SFIക്കാർ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ കന്റോൺമെന്റ് CI സജാദിനെ സ്ഥലം മാറ്റി. കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ സ്ഥലം മാറ്റിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ SFI ജില്ലാ നേതാവിനെ കേസിൽ പ്രതിചേർത്തതാണ് സ്ഥാനം തെറിച്ചതിന് പിന്നിൽ എന്നാണ് സൂചന. അതേസമയം മർദ്ദനമേറ്റ പോലീസുകാരൻ ശരത്തിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പോലീസുകാരനെ മർദ്ദിച്ച കേസിൽ SFI ജില്ലാ കമ്മിറ്റി അംഗവും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ ചെയർമാനുമായിരുന്ന നസീം മുന്ന ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കന്റോൺമെന്റ് CI സജാദിനെ ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റി. നസീം മുന്നയെ കേസിൽ പ്രതിചേർത്തതാണ് CIയുടെ സ്ഥാനം തെറിച്ചതിന് പിന്നിലെന്നാണ് സൂചന. നസീം ഇപ്പോഴും ഒളിവിലാണ്. പോലീസുകാരെ മർദ്ദിച്ചവരെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ASIക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായതുമില്ല. അതേസമയം മർദ്ദനമേറ്റ പോലീസുകാരൻ ശരത്തിന്റെ മാതാപിതാക്കൾ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി DGP എന്നിവർക്ക് പരാതി നൽകി. 8ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൽ ഇനി 2 പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CM-നെ കാണാൻ വന്നത്. കാരണം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനാണ്. സാധാരണക്കാരനാണെങ്കിൽ കുഴപ്പമില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ ഇങ്ങനെ ഗുണ്ടാളെ വന്ന് അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇന്നും 2 പേരെ അറസ്റ്റ് ചെയ്യാൻ 8 ദിവസമായിട്ടും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ശരത് ഇപ്പോഴും ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ല. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിലാണ്. കേസിന് പിന്നിൽ ലിബർട്ടി ബഷീറും സംവിധായകൻ ശ്രീകുമാർ മേനോനുമാണെന്ന ദിലീപിന്റെ വാദവും കോടതി തള്ളി. സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു കുറ്റക്കാരനാണെന്ന് പാലാ സെഷൻസ് കോടതി. ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയവ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. ശിക്ഷ നാളെ വിധിക്കും. 2015 സെപ്റ്റംബർ 16-നാണ് പാലാ കർമ്മലീത്ത ലിസ്യു മഠത്തിലെ സിസ്റ്റർ അമല കൊല്ലപ്പെട്ടത്. ഒട്ടേറെ മോഷണ കേസുകളിലും കൊലപാതക കേസുകളിലും പ്രതിയായ സതീഷ് ബാബു ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ മുംബൈ പോലീസിന്റെ സഹായം തേടി കേരള പോലീസ്. പാർലർ ഉടമ ലീന മരിയ പോളിൽ നിന്ന് ശേഖരിച്ച ഫോൺ ശബ്ദരേഖകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. സുരക്ഷ ആവശ്യപ്പെട്ട് ലീന സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലർ ആക്രമിച്ച കേസിൽ രവി പൂജാരിയുടെ പങ്കറിയാനാണ് കേരള പോലീസ് മുംബൈ പോലീസിന്റെ സഹായം തേടിയത്. ലീന പോലീസിന് നൽകിയ മൊഴിയിൽ രവി പൂജാരി പലതവണ വിളിച്ചതായും സന്ദേശമയച്ചതായും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച രേഖകളും പോലീസിന് കൈമാറിയിരുന്നു. ലീന നൽകിയ റെക്കോർഡിലുള്ളത് രവി പൂജാരിയുടെ ശബ്ദമാണോ എന്നറിയാനായി വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കേസിൽ SP ഷംസിന്റെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ J ഹിമേന്ദ്രനാഥിനാണ് മേൽനോട്ട ചുമതല. സുരക്ഷ നൽകണമെന്ന ലീനയുടെ ആവശ്യത്തിലാണ് ഹൈക്കോടതി സർക്കാരിന്റെ അഭിപ്രായം തേടിയത്. ലീനയ്ക്കെതിരെ കേരളത്തിൽ കേസുണ്ടോ എന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രവി പൂജാരിയിൽ നിന്നു തന്നെയാണ് തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചതെന്ന ലീന മരിയ പോൾ ആവർത്തിച്ചു പറയുമ്പോൾ സംഭവത്തിൽ അധോലോക നായകൻ രവി പൂജാരിയുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായാണ് കേരള പോലീസ് മുംബൈ പോലീസിന്റെ സഹായം തേടിയത്. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന യുവജന യാത്ര മുസ്ലിം ലീഗിലെ വിഭാഗീയതയുടെ വേദിയാകുന്നതായി വിമർശനം. MK മുനീറിന് പ്രസംഗിക്കാൻ അവസരം നൽകുന്നില്ല എന്നും യാത്രയുടെ ശ്രദ്ധാകേന്ദ്രം ജനറൽ സെക്രട്ടറി PK ഫിറോസ് മാത്രം ആകുന്നുവെന്നുമാണ് വിമർശനം. ജാഥ ക്യാപ്റ്റൻ മുനവർ അലി ശിഹാബ് തങ്ങളെ പോലും അപ്രസക്തനാക്കുന്ന തരത്തിൽ ജനറൽ സെക്രട്ടറി PK ഫിറോസ് യാത്രയിൽ മേൽക്കൈ നേടുന്നുവെന്നാണ് ആക്ഷേപം. 1986-ൽ MK മുനീർ പ്രസിഡന്റായപ്പോഴാണ് ഇതിനു മുമ്പ് യൂത്ത് ലീഗ് യുവജന യാത്ര നടത്തിയത്. അന്ന് ജാഥ ക്യാപ്റ്റനായിരുന്ന മുനീറിനെ ഇപ്പോൾ പ്രസംഗിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി. കാസർകോട് ഉദ്ഘാടന വേദിയിൽ മുനീർ വെറും കാഴ്ചക്കാരനായിരുന്നു. സ്വന്തം മണ്ഡലമായ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സമ്മേളനത്തിലും മുനീറിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. മലപ്പുറം ജില്ലയിലെ സമാപന സമ്മേളനം നടന്ന പെരിന്തൽമണ്ണയിൽ മുനീർ പങ്കെടുത്തുമില്ല. കൊയിലാണ്ടിയിലെയും താനൂരിലെയും ചെറിയ സ്വീകരണങ്ങളിൽ മാത്രമാണ് മുനീറിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത്. യൂത്ത് ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് PM സ്വാദിഖലിയെയും അവഗണിക്കുന്നതായും ഇടുക്കിയിലെ സ്വീകരണത്തിനിടെ സ്വാദിഖലിയോട് പ്രസംഗം നിർത്താൻ ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട്. പാർട്ടിയിൽ വീണ്ടും പിടിമുറുക്കാനുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് മുനീറിനുള്ള പ്രസംഗവിലക്കെന്നാണ് ആക്ഷേപം. എന്നാൽ മുനീർ പ്രസംഗിക്കാതിരുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും ആലപ്പുഴയിലെ യുവജനയാത്രാ പൊതുസമ്മേളനം മുനീർ ഉദ്ഘാടനം ചെയ്യുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്.
പാകിസ്ഥാൻ ജയിലിൽ നിന്ന് ഇന്നലെ മടങ്ങിയെത്തിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹമീദ് നിഹാൽ അൻസാരിയും കുടുംബവും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ കണ്ടു. മോചനത്തിനായി നടത്തിയ ഇടപെടലിന് കുടുംബം മന്ത്രിയോട് നന്ദി പറഞ്ഞു. ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റിലായ ഹമീദ് നിഹാൽ അൻസാരി 6 വർഷത്തിന് ശേഷമാണ് ഇന്നലെ മോചിതനായത്. സിനിമ സീരിയൽ താരം ഗീത സലാം അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. കൊല്ലം ഓച്ചിറ സ്വദേശിയാണ്. 32 വർഷം നാടകരംഗത്ത് സജീവമായിരുന്നു ഗീത സലാം. 82 സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്.